ഓക്കെ ഗേസ്, നമ്മളങ്ങനെ ഫൈനലി പുതിയ വീട്ടിൽ വന്നേക്കാ. ഇതാണ് എൻ്റെ പുതിയ വീട്. ഈ വീട് കണ്ടല്ലേ, കറക്റ്റ് GTA 5 വീടാന്ന് തോന്നും. അതേപോലെ തന്നെ ഇവിടെയും പണിതേ. അവിടെ പിന്നെ ഗ്യാരേജിൽ ഒരു കാറുണ്ട്, അത് മഹീന്ദ്ര താറാ. ഈ വീടിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. അതിപ്പോ ഏതായാലും നല്ലതാ. നമുക്കിനി അകത്തേക്ക് കയറാം. ഇത് പിന്നെ കണ്ടില്ലേ, അകത്തും ഫുള്ള് സെയിം ആണ്. GTA 5 എങ്ങനെയാണാവോ അതേപോലെ തന്നെ ഇവിടെയും. TV കുറച്ച് ചെറുതായി പോയി. GTA 5 വീട്ടില് പ്രൊജക്ടറാ വെച്ചേക്കണ്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ നമുക്ക് മേലേക്ക് കയറാം. എൻ്റെ റൂമൊക്കെ എങ്ങനെയാണാവോ. ഇതാണ് എൻ്റെ റൂം. ഇവിടെ പിന്നെ ബെഡൊന്നുമില്ല, ഒരു സോഫ വെച്ചേക്കണ്. ഇവിടെ പിന്നെ വാർഡോബും ഉണ്ട്. നമ്മുടെ ജിമ്മിയുടെ റൂം എവിടെയാ? ജിമ്മിയുടെ റൂം ഈ ഭാഗത്തല്ലേ. അത് പിന്നെ ഒരു ഗെയിമിംഗ് റൂമായിരുന്നു. ഇത് പിന്നെ ഫുള്ള് കാലിയാ, ഇവിടത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലേ. ഇതാ മറ്റേ ട്രേസിയുടെ റൂമാ, അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാണ് ഇവിടത്തെ കിച്ചൺ. ഇവിടെ പിന്നെ ഡൈനിങ് റൂം ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാലേ ഇവിടെ സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ടെന്നീസ് കോർട്ടും ഉണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവരൊക്കെ ആരാ? ഇതെന്തൊരു ജീവികളാ? അതെ, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? അതെ, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ടുങ് 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 സാഹൂർ. അല്ല, അതിന് നീ ഏതാ? എന്തിനാ നമ്മളോട് ഇറങ്ങി പോവാൻ പറയണേ? അതെ, ഇത് നമ്മുടെ വീടാ. ഇനി മുതൽ ഈ വീട് നമ്മുടെ സ്വന്താ. അല്ല, നീയെ മറ്റേ GTA 5 മൈക്കിളല്ലേ? നീ ലോസ് ആൻഡോസിലല്ലേ താമസിക്കണേ? നീ ഇപ്പൊ എന്തിനാ ഇന്ത്യയിലേക്ക് വന്നേ? അതെന്റെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. അതിനിപ്പോ എന്താ? അതെ, ഞാൻ ഒന്നുകൂടെ പറയാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ പിസ്റ്റലുണ്ട്, ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. എടാ മൈക്കിളെ, നീ ആളെ കൊള്ളാലോ. നിനക്കിപ്പോഴും നമ്മളാരെന്ന് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. പിസ്റ്റലും കാണിച്ച് പേടിപ്പിക്കേ. ഒന്ന് പോയടാ അവിടെ നിന്ന്. ശരി, അത്രയ്ക്കായ എന്നാ പിടിച്ചോ. ഇതെന്തത്? നീ നമ്മളെ വെടിവെക്കാറിയാ? എടാ മൈക്കിളെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബോയ്സ് കമോൺ, നമുക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാം. ഈ മൈക്കിളിനെ വെറുതെ വിടാൻ പാടില്ല. അയ്യോ, പണിപ്പാളിയാ. ഇവന്മാര് എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാ. ഇവരുടെ കയ്യിലേ വലിയൊരു ബാറ്റ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ തലമുളയ്ക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവേ. എനിക്കിപ്പോൾ അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ലേ, ആകെ ഒരു പിസ്റ്റൽ മാത്രമുള്ളൂ. അത് വെച്ച് അവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. എന്നാലും ഇതെന്താ അവസ്ഥയാണ്? പുതിയ വീട് മേടിച്ചോളൂ, അരമണിക്കൂർ പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനിപ്പോൾ എവിടെ പോട്ടെ താമസിക്കുക? ഈ സിറ്റിയിൽ വേറെ വല്ല വീടുണ്ടാ? ഒരു മിനിറ്റ്, ഈ സിറ്റിയിൽ വേറെ ഒരു വീടുണ്ട്, മറ്റേ ഫ്രാങ്ക്ലിൻ്റെ വീടുണ്ട്. ആ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, അവൻ്റെ വീട് ഇവിടെയുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കി നോക്കാം. പറ്റിയെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാം. കാരണം ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ ഇവിടെ ഇല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ ആ വീട്ടിലേക്ക് വന്നേക്കാ. ഇതാണ് ആ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ്റെ വീട്. ഈ കാറ് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ഇന്നൊരു ദിവസം ഈ വീട്ടിൽ താമസിക്കാം. ആ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ പിന്നെ ഇവിടെ ഇല്ല, അവനിപ്പോഴും ലോസ് ആൻഡോസിലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇന്നൊരു ദിവസം ഈ വീട്ടിൽ താമസിക്കാം. ഇത് പിന്നെ കണ്ടില്ലേ, കറക്റ്റ് ഫ്രാങ്ക്ലിൻ്റെ വീട് പോലെ ഉണ്ട്. ഇന്റീരിയറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അല്ല, ബെഡ്റൂം എവിടെയാ? ഇതാന്ന് തോന്നുന്നുണ്ട് ബെഡ്റൂം. ഒരു മിനിറ്റ്, ഇവരെ ഞാൻ എവിടെ കണ്ടുല്ലോ? ഇവരല്ലേ നേരത്തെ കണ്ടേ? ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യല്ലോ. എടാ മൈക്കിളെ, നീയാ? നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നാ? നിന്നോട് പറഞ്ഞതല്ലേ ഇന്ത്യ വിട്ടു പോവാൻ, നീ ഇപ്പോഴും പോയില്ലേ? അതെ, ഒന്നുകൂടെ പറയാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ കളി മാറുംട്ടാ. ഇവന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോ. നമുക്ക് ഇവിടെയും നിൽക്കാൻ പറ്റില്ല, ഇവിടെയും ആ ടുങ് ടുങ് സവർ വന്നു. എന്നാ ശരി, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇതെന്തത്? എൻ്റെ കാറവിടെ? എൻ്റെ പുതിയ മെക്ലറൻ.
അതാരണോ അടിച്ചു മാറ്റിയേ? എൻ്റെ കാറ്, എൻ്റെ വീട് എല്ലാം പോയി. ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാനിപ്പോൾ എവിടെ പോട്ടെ താമസിക്കുക? എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വീടും ഇല്ല, കാറും ഇല്ല. കാറുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങിയേനെ. ഇപ്പം അതും ഇല്ല. എന്തപ്പോൾ ചെയ്യാ? ഹലോ ചേട്ടാ, ബൈക്ക് വേണോ? ബൈക്ക്. ഇതെന്തത്? ഒരാളിവിടെ ബൈക്ക് വിൽക്കാണല്ലോ. ആ ചേട്ടാ, എനിക്കൊരു ബൈക്ക് വേണം. ഇതാ മറ്റേ റോയൽ എൻഫീൽഡ് 100 അല്ലേ? ഇതിന് എത്ര റേറ്റ്? ഈ ബൈക്കിന് അധികം റേറ്റ് ഒന്നുമില്ല, ആകെ 10 ലക്ഷം മാത്രമേ ഉള്ളൂ. 10 ലക്ഷ? ഈ 350cc ബൈക്കിന് 10 ലക്ഷ? എടാ നീ എന്താ ആളെ പറ്റിക്കാണോ? അയ്യോ, ചേട്ടന് മനസ്സിലായ? സോറി, ഈ ബൈക്കിന് ആക്ച്വലി 2 ലക്ഷം മാത്രമേ ഉള്ളൂ. അല്ല, ചേട്ടനെ ഞാൻ ഇവിടെ കണ്ടിട്ടല്ലോ. ചേട്ടന് GTA 5 മൈക്കിളല്ലേ? അതെ അതെ, ഞാൻ GTA 5 മൈക്കിളാ. ഞാൻ ഇന്നലെ ഇന്ത്യയിലേക്ക് വന്നുള്ളൂ. അയ് ശരി, നിങ്ങൾ GTA 5 മൈക്കിളാണല്ലേ? ഞാൻ നിങ്ങളുടെ വലിയ ഫാനാ. ഞാൻ പണ്ട് കുറേ GTA 5 കളിക്കാറുണ്ട്. അവിടെ വെച്ച് നിങ്ങളെ കാണാറുണ്ട്. എന്നാ ശരി, ചേട്ടന് ഞാനേ ഈ ബൈക്കില്ലേ അത് 1 ലക്ഷത്തിന് തരാം. ആണോ? എന്നാ ശരി, ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനേ ഒരു പുതിയ ബൈക്ക് ഓടിച്ചു. അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ആയി. ഇപ്പം എൻ്റെ കയ്യിലേ ഒരു വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒരു വീട് വേണം. എൻ്റെ കയ്യിൽ വീടുണ്ടായിരുന്നു, അത് പക്ഷേ അവന്മാർ കൊണ്ടുപോയില്ലേ. അതെ, അവന്മാരെ വെറുതെ ഓടാൻ പാടില്ല. അവന്മാരെ തീർക്കാണ്ട് എനിക്ക് സിറ്റിയിൽ വീടൊന്നും മേടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുതിയ വീട് മേടിച്ചാലും അവന്മാർ അങ്ങോട്ടേക്ക് വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കില്ലേ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. പോലീസുകാർ എന്തായാലും ആക്ഷൻ എടുക്കുമെന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിൽ വന്നേക്കാം. ഇനി നമുക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇതെന്തത്? പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൊന്നും ഇല്ലേ? ഹലോ ചേട്ടാ, അതെ, എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. എന്നെ ആരോ വിളിക്കണ്ടല്ലോ. എവിടെന്നാ വിളിക്കണേ? ഇതെന്തത്? പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരില്ല, പക്ഷേ ജയിലിൻ്റെ അകത്ത് ഒരാളുണ്ടല്ലോ. ഹലോ ചേട്ടാ, നിങ്ങൾ ആരാണ്? എങ്ങനെ എൻ്റെ അകത്ത് പെട്ടുപോയേ? അയ്യോ, അതൊക്കെ ഒരു വലിയ കഥയാ. അല്ല, നിങ്ങളെ മറ്റേ GTA 5 മൈക്കിളല്ലേ? ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. ഞാൻ പണ്ട് GTA 5 കുറെ കളിക്കാറുണ്ട്. ഓ, താങ്ക് യു ബ്രോ. ബ്രോ അതെ, എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്കിവിടെ ഈ സിറ്റിയിലേ താമസിക്കാനായിട്ട് വീടൊന്നുമില്ല. ഒരു വീട് സെറ്റാക്കി തരാൻ പറ്റുമോ? ആ, അതിനിപ്പോൾ എന്താ, വീടൊക്കെ സെറ്റാക്കാം. ബ്രോ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോരെ, നമുക്ക് അവിടെ താമസിക്കാം. അതിനു മുൻപേ എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്ക്. ആ ബ്രോ, ഞാൻ പുറത്തേക്ക് ഇറക്കാം. എങ്ങനെ പുറത്തേക്ക് ഇറക്കാ? ഇതിൻ്റെ താക്കോൽ എവിടെയാ? താക്കോല് ആ ഡ്രോവറിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്ന് നോക്കി നോക്ക്. ആ ബ്രോ, ഞാൻ നോക്കി നോക്കട്ടെ. Meanwhile, ആ താങ്ക് യു ബ്രോ. ബ്രോ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. അതെ, നമുക്കിനി നമ്മുടെ വീട്ടിൽ പോവാം. എൻ്റെ വീട്ടിൽ പിന്നെ കാലി റൂമൊക്കെ ഉണ്ടാവും. അവിടെ ഒരു റൂം സെറ്റാക്കി തരാം. എൻ്റെ കൂടെ പോരെ? എന്തുട്ട്? നമ്മുടെ വീട്ടില് വേറെ ആള് താമസിക്കേ? അതെ, അതൊന്നും ശരിയാവില്ല. ഈ വീട്ടിലെ നമ്മൾ രണ്ടുപേരും മാത്രം മതി. എടീ, അത് നമ്മുടെ മൈക്കിളാണ്. മൈക്കിള് നല്ലൊരാളാ. ഒന്ന് പോടാ, നിന്നോട് ആരാ പറഞ്ഞേ? ഈ മൈക്കിളില്ലേ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. ഗുണ്ടകളെ നമ്മുടെ വീട്ടിൽ താമസിക്കേ? അതൊന്നും ശരിയാവില്ല. അതെ, നമ്മുടെ വീടല്ല, ഇത് എൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. അതൊന്നും ശരിയാവില്ല. ഈ വീട്ടില് മൈക്കിളിനെ കയറ്റാൻ പറ്റില്ല. അവനോട് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ പറയേ. പറ്റില്ല. പറ്റും. അതെ, ഇത് എൻ്റെ വീടാ. അവനെ ഈ വീട്ടിൽ താമസിക്കും. ആണോ? എനിക്കൊന്നും കാണണല്ലോ. എന്നാ പിടിച്ചോ. അയ്യോ അമ്മച്ചി, നാട്ടുകാരെ ഓടിവായോ. ഇതെന്തത്? ഇവിടെ വല്ല പ്രശ്നമുണ്ടാ? ഹലോ ചേട്ടാ, എന്തേലും പ്രശ്നമുണ്ടാ? അങ്ങോട്ടേക്ക് വരണ? ഏയ്, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ അവിടെ അടിയിൽ വെയിറ്റ് ചെയ്യ്. ബ്രോ അതെ, എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ കാലി റൂമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ റൂമിൽ പണി നടക്കുക. അതുകൊണ്ട് ആ റൂമിൽ നിൽക്കാൻ പറ്റില്ലേ. ബ്രോ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തേ മറ്റേ ഫ്രാങ്ക്ലിൻ്റെ വീടുണ്ട്, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. അവരുടെ വീട്ടിലേക്ക് ചെല്ല്.
ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ചിലപ്പോൾ നിന്നെ സഹായിക്കും. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓ, എൻ്റെ ബൈക്കിലിപ്പോൾ പെട്രോൾ കുറവാ. ബ്രോ, അതെ ബ്രോ, എൻ്റെ ബൈക്ക് എടുക്കാൻ പറ്റുമോ? അതും കുറച്ച് നേരത്തേക്ക്. ആ, അത് കുഴപ്പമില്ല. ബ്രോ എൻ്റെ ബൈക്ക് എടുത്തോ. ഓക്കെ. ഇവിടെ ഇപ്പം എനിക്ക് ഈ വീട്ടിലും താമസിക്കാൻ പറ്റിയില്ല ഏട്ടാ. അവൻ്റെ ഭാര്യയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നണേ. ഞാൻ സൗണ്ടൊക്കെ കേട്ടെ. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ അടുത്തേ ഫ്രാങ്ക്ലിൻ്റെ വീടുണ്ടെന്ന്. അത് പക്ഷേ വേറെ ഇതൊരു ഫ്രാങ്ക്ലിനാ. അയാൾ നമ്മളെ സഹായിക്കുന്ന പറഞ്ഞേ. നമുക്കപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനലും സബ് ചെയ്യുക. അപ്പം ഇതാണ് അയാളുടെ വീട്. ഇയാൾ ഇച്ചിരി കാശുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ഡിഫൻഡറൊക്കെ ഇരിക്കണേ. മുമ്പിൽ പിന്നെ പട്ടിയുണ്ട്. ബോ ബോ ബോ. അല്ല, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ഇതെന്തത്? ഈ പട്ടി സംസാരിക്കൂലോ. അതെ, എനിക്ക് ആ ഫ്രാങ്ക്ലിനെ ഒന്ന് കാണണമായിരുന്നു. അല്ല, ഇതാരാ? ഞാനാ ഫ്രാങ്ക്ലിന്റെ ഗേൾഫ്രണ്ടാ. എന്റെ പേര് ചട്നിന്നാ. അല്ല, നിങ്ങൾ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ GTA 5 മൈക്കിളല്ലേ? ഓ, എന്റെ ബോയ് ഫ്രണ്ട് നിങ്ങളുടെ വലിയൊരു ഫാനാ. അവൻ ഫുൾ ടൈം GTA 5 കളിക്കും. ഓ, അത് കൊള്ളാലോ. അതെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സിറ്റിയിലെ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. എനിക്കൊരു വീട് സെറ്റാക്കി തരാൻ പറ്റുമോ? വീടാ? ആ, വീടൊക്കെ സെറ്റാക്കി തരാം. ഇവിടെ ഫ്രാങ്ക്ലിന്റെ പഴയ വീടുണ്ട്. അത് സോമന്റെ വീടാ. അവന്റെ കൂട്ടുകാരനെ കൊടുത്തേ. സോമനിപ്പോ ആ വീട്ടിലുണ്ടാവില്ല. അവൻ പുറത്തേക്ക് പോയിക്കാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിൽ നിന്നോ. കുഴപ്പമില്ല. ആണോ? എന്നാ ശരി. അല്ല, ആ വീട് എവിടെയാ? ഒന്ന് കാണിച്ചു തരോ? ആ, ഞാൻ കാണിച്ചു തരാലോ. എന്റെ കൂടെ പോരെ? A few moments later. എടാ ടുങ് ടുങ് സാറേ, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്നാ പിടിച്ചോ. ഇതാ പിടിച്ചോ. അല്ല പിന്നെ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നേക്കണ്. ദേ കിടക്കണ അവിടെ. ഇനിയിപ്പോൾ സീനില്ല. ഇനിയിപ്പോൾ നമുക്കേ ഇവിടെ നിന്ന് പോവാം. ഇന്ന് ഞാനേ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാന്ന്. എടി ചട്നി, വായോ, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. അവളെവിടെയാ? ബോ ബോ ബോ. എടാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? അതെ, നിന്റെ ഗേൾഫ്രണ്ട് ഇല്ലേ? അവള് വേറെ ആരുടെ കൂടെ പോയി. എന്തുട്ട്? എൻ്റെ ഗേൾഫ്രണ്ട് വേറെ ആരുടെ കൂടെ പോവേ? അയ്യോ, ഇത് ചതിയായില്ലോ. അവളെന്നെ എങ്ങനെ ചതിക്കുന്ന് ഒട്ടും വിചാരിച്ചില്ല. എടാ ഫ്രാങ്ക്ലിന്, അങ്ങനെയല്ല. ഏതൊരുത്തനെ വീട്ടിലേക്ക് കയറി വന്നു. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന്. നിന്റെ ഗേൾഫ്രണ്ട് അപ്പോ അയാളുടെ കൂടെ പോയിക്കാ. നിന്റെ മറ്റേ കൂട്ടുകാരന്റെ വീടില്ലേ, ആ സോമന്റെ വീട്, അവരങ്ങോട്ടേക്കാ പോയേ. അത് ശരി, അവര് സോമന്റെ വീട്ടിലേക്ക് പോയല്ലേ. ഇന്ന് അവളെ ഞാൻ വെറുതെ വിടില്ല. വേറെ ഒരുത്തൻ്റെ കൂടെ പോയില്ലേ. എടി ചട്നി, നീ തീർന്നുടി, നീ തീർന്നു. ഞാൻ ദേ അങ്ങോട്ടേക്ക് വരുന്നു. അതെ, എന്തൊക്കെ പറഞ്ഞാലും ആ ഫ്രാങ്ക്ലിൻ ചെയ്തത് ഒട്ടും ശരിയില്ലേട്ടാ. നമ്മുടെ ആൾക്കാരെ അടിക്കാറായ അവനെ വെറുതെ ഇട്ടാ ശരിയാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. എന്തൊക്കെ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. ഈ ഫ്രാങ്ക്ലിന് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. നമുക്ക് അവളെ പോയിട്ട് അങ്ങ് തട്ടാം. അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളങ്ങനെ സോമന്റെ വീട്ടിൽ വന്നേക്കാണ്. ഇതെന്തത്? എടി ചട്നി, നിനക്കെന്ത് പറ്റിയേ? അയ്യോ, എനിക്ക് എന്തുണ്ടായേ? എടാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? ആ ടുങ് ടുങ് സാഹൂറ് അവരുടെ ഗ്യാങ് വന്നു. എന്നെയും മൈക്കിളിനെയും അറ്റാക്ക് ചെയ്തു. എന്തുട്ട്? അയ്യോ, അവളെങ്ങോട്ടേക്കാ പോയേ? ഡീസ്പോണായല്ലോ. എടാ ടുങ് ടുങ് സാറേ, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ഗേൾഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യാറായില്ലേ. ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം അവിടെ.